ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഇന്നത്തേത് അമ്മായിമാരെയൊക്കെ ഒന്ന് സൽക്കരിച്ചാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ സൽക്കാരമൊന്നും അല്ല കേട്ടോ. അമ്മായിമാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചില റെസിപ്പീസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അമ്മായിമാരെന്ന് പറയുന്നത് ഉപ്പാൻ്റെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഉപ്പതാ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ പോയിട്ടുണ്ട്. ഹസ്കർക്ക് കോളേജിലും പോയിട്ടുണ്ട്, മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഷെയ്യും ഉമ്മയൊക്കെ അതിൻ്റെ ഓരോ പരിപാടികളിലാണ്. അപ്പോൾ നമ്മൾ നാടൻ ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. അമ്മായിമാർക്കൊക്കെ തേങ്ങാച്ചോറ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറും ചെറുപയർ പായസം, നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്, പിന്നെ നല്ലൊരു വറുത്തരച്ച ബീഫ് കറിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ തേങ്ങ കൊണ്ടുള്ള ഒരു പരിപാടികളാണ് മൊത്തം. അപ്പോൾ ഞാൻ തേങ്ങ ചിരകലിൻ്റെ പരിപാടിയിലാണ്. ഷെയ്ത് അവിടെ ക്ലീനിങ് പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പായസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കുകയാണ്. അപ്പോൾ ഉമ്മയാണ് ചെറുപയർ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേദിവസം രാത്രി നെയ്യിലൊക്കെ വറുത്ത് ചെറുപയർ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതോ ഉപ്പ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ബാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗത്തിൽ തേങ്ങാച്ചോറ് വെക്കട്ടെ. അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അരി ഒന്ന് കഴുകട്ടെ. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവ, പിന്നെ വലിയ ജീരകം പൊടിച്ചത്. ഇനി ഇതിലേക്ക് ഇത്രയും ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഇത് ഉമ്മ തൊലിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നടുകിൽ ഒന്ന് മുറിച്ചെടുത്താൽ മതി. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇപ്പോൾ ഈ ഒരു ചെമ്പിലാണ് നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് അരി മാറ്റുന്നുണ്ട്. ഇത് കുറച്ചധികം വെക്കാനുള്ളതുകൊണ്ട് അടുപ്പിൽ തന്നെ വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ റൈസ് കുക്കറിലും തേങ്ങാച്ചോറ് വെക്കലുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിന് 3 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പം 1 കപ്പിലേക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് സാധാരണ എടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പിൽ 2 കപ്പ് പച്ചവെള്ളവും 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി തേങ്ങാപ്പാലൊക്കെ ഷെയ്യാണ് എടുക്കുന്നത്. ഉപ്പ് അവിടെ ഒരു സാലഡ് ഉണ്ടാക്കുന്ന പണിയിലാണ്. അപ്പോൾ തേങ്ങാച്ചോറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചില അരിക്കൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഞാൻ പറഞ്ഞ കണക്കിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. ഉമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെറുപയർ പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് തേങ്ങാച്ചോറ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഒരു സമയം നമ്മൾ അധികം കത്തിക്കേണ്ട. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം വെന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം കത്തിക്കാതെ ചെറിയൊരു തീ മാത്രം മതി. ഇനി ബീഫ് കറി വെക്കാനുണ്ട്. അപ്പോൾ ബീഫ് കറിക്കുള്ള ബീഫ് ഒന്ന് കഴുകിയെടുക്കട്ടെ. ഉമ്മാൻ്റെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി 1-ാം പാൽ ഒഴിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ തേങ്ങാച്ചോറ് 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 1 കപ്പിന് 3 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പം ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിയിലേക്ക് 2 കപ്പ് വെള്ളം എടുത്തു. 1 കപ്പ് പിന്നെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ വെള്ളമൊക്കെ വറ്റി വെന്ത് വരട്ടെ. ഇനി ബീഫ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചത്, ഉലുവ,
കുരുമുളക് പൊടി, പിന്നെ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അതിനുശേഷം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പാൻ ചൂടായപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു സവാളേൻ്റെ പീസ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഏകദേശം വറവായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ഇതാ വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ ഇതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു. ഇത് ബീഫ് കറിയിലേക്കുള്ള മസാലയാണ് കേട്ടോ റെഡിയാക്കുന്നത്. പിന്നെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരട്ടെ. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബീഫിലും അതുപോലെ തന്നെ തേങ്ങ വറുത്തതിലൊക്കെ മസാല പൗഡറുകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മാരിനേറ്റ് ചെയ്തതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. പിന്നെ വിനാഗിരിയും ചേർക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ്, ഉണക്കമുളക് ക്രഷ് ചെയ്തതില്ലേ, അതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ ഇതാ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലാണ് വെച്ചത്. ഫ്രീസറിലല്ല കേട്ടോ, അടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ലോണം മസാലയൊക്കെ പിടിക്കും. എന്നിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതാ ഇതുപോലെ കുറച്ച് അരിപ്പൊടിയും ഒരു മുട്ടയും ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അരിപ്പൊടി ഇത് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാനുള്ള വിധത്തിൽ മാത്രം അരിപ്പൊടി എടുക്കുക, അധികം ആവരുത്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് വെച്ചിട്ടാണ് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ റെഡിയാക്കാനുണ്ട്. അതുപോലെ തന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ടെല്ലാം കറിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞു. അപ്പം ഇനി ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചു. ഉമ്മ അവിടെ ഞാനും ഷേസിയും പാടിയ പാട്ടൊക്കെ കേട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇത് ബീഫ് വേവിച്ചതായിരുന്നു. അപ്പം അത് ഇനി നമ്മൾ സവാളയൊക്കെ വഴറ്റി വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ബീഫ് കറിയും റെഡിയായി. പുറത്തുള്ള സ്റ്റൗവിൽ വെച്ചിട്ടാണ് കേട്ടോ പപ്പടം പൊരിക്കണതും. അതുപോലെ തന്നെ ഈ ഒരു എണ്ണയിൽ തന്നെ പിന്നെ ചിക്കനും ഫ്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പപ്പടമൊക്കെ പൊരിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ.
ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പീസ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ചില റെസിപ്പീസൊക്കെ ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷബ്ന ഹാസ്കർ എന്നുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അമ്മായികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ എടുത്തു വെക്കട്ടെ. ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതാ കുറച്ചധികം കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് മിസ്സാക്കരുത് കേട്ടോ, അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. എന്നിട്ട് ഇതാ നമ്മളിത് കോരി എടുത്തിട്ടുണ്ട്. അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അമ്മായിമാരെ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീഡിയോയിൽ മുഖം കാണിക്കുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ അവർ വീഡിയോസൊക്കെ കാണാറുണ്ട്. അവർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ചിലർക്ക് അങ്ങനെ വീഡിയോയിൽ വരാൻ ഇഷ്ടമുണ്ടാവുമല്ലോ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഒരുമിച്ച് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അവർ ഷെയിൻ്റെയും റഫീഖാക്കാൻ്റെയൊക്കെ വീടൊക്കെ കാണാൻ പോയി വന്നിട്ടാണ് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ മുന്നാമത്തെയും മക്കളും അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് ടേബിളിലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അമ്മായിമാർ വന്ന വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.